ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് പെറ്റ്സിനെ വളർത്താൻ വളരെ ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിനും. അതേപോലെ ഞങ്ങളുടെ ഇത്തിരി കുറച്ച് ഗുണങ്ങൾ ഞങ്ങളുടെ കൊച്ചിനും കിട്ടിക്കാണുമല്ലോ. ഞങ്ങളുടെ കൊച്ചിനും വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇവൾക്ക് അയ്യോ, അത് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. അത് നിങ്ങൾ കാണണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഓപ്പോസിറ്റാണ്. പെറ്റ് സോക്ക് എന്നാണ് ഈ കടയുടെ പേര്. ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ട്, പൂച്ചയുണ്ട്, കിളികളുണ്ട്, അങ്ങനെ പലതരത്തിലും. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് വാങ്ങാം. അതും പോരാഞ്ഞിട്ട് ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട്സ്. അതല്ലേ നമ്മൾ നോക്കുന്നത് അല്ലേ? അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇതെവിടെയാണെന്ന് മറക്കരുത്. മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പം നിങ്ങളും വരണം. ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അതുമല്ല, ഇതിനകത്ത് ഇവിടെ നമ്മുടെ എലിക്കുട്ടനുണ്ട്. എലിക്കുട്ടൻ പെട്ടെന്ന് ഞങ്ങൾക്കിത് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. ഇങ്ങനെ ഇവർക്ക് തിന്നാനുള്ള സാധനങ്ങൾ ഇട്ട് വെക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ല, അവിടെ എലിക്കുട്ടനാണ് കിടക്കുന്നത്. അതിന് പ്രത്യേകിച്ച് കൂടും കാര്യങ്ങളൊന്നുമില്ല. ഇതേപോലെ ഒരു ഗ്ലാസ് ഇതേപോലെ തരും. അതിനകത്ത് ഇതേപോലെ ഇങ്ങനെ പൊടികളെന്തോ കാര്യങ്ങളൊക്കെ ഇട്ട് തരും. അതിനകത്ത് അതിനെ ഇട്ട് വെക്കുക. പിന്നെ അതൊന്നും കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വേറെ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞ് ഞങ്ങൾ എന്തിനാണ് വന്നതെന്നറിയോ? ഞങ്ങളുടെ ലിയക്കുട്ടിയുടെ പിറന്നാളാണ്. 3 വയസ്സാവുകയാണ് ഞങ്ങളുടെ ലിയാക്കുട്ടിക്ക്. അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. എന്താ കൊടുക്കേണ്ടതെന്ന് ഞാനും ഹസ്ബൻഡ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ ദിവസമായി ആ ആലോചന തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് മേടിക്കണം. അവൾക്കാണെങ്കിലും മൃഗങ്ങളോട് പക്ഷികളോടൊക്കെ വളരെ ഇഷ്ടമാണ്. പൂച്ചേനൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിടുകയില്ല. അപ്പോൾ എന്താണ് അവൾക്ക് മേടിക്കുക എന്ന് ഞങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കണ്ണിൽ ഈ കട പെട്ടത്. എന്തായാലും ഒന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കയറി. ഞങ്ങൾക്ക് ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് പ്രൊമോഷനൊന്നുമല്ല, അത് നിങ്ങൾ ആദ്യം ഓർക്കണം. ഇവിടെ ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളുമുണ്ട്. അവർക്കുള്ള ഭക്ഷണം, കാര്യങ്ങളും കൂടും, എല്ലാ സാധനമുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ മേടിക്കാം. അപ്പം ഞങ്ങൾ മേടിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഇതാണ് ആ കൂട്. കൂട്ടിലേക്ക് ഇപ്പോൾ കിളീനെ ഇടും. ഞങ്ങൾ മേടിച്ച കിളീൻ്റെ പേരെന്താണെന്നറിയാവോ? വെഞ്ചസ് എന്നാണ് ആ കിളീൻ്റെ പേര്. അത് ആണും പെണ്ണും ഉണ്ട്. ആണിനെയും പെണ്ണിനെയും 2 എണ്ണത്തിനെയാണ് ഞങ്ങൾ മേടിച്ചത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് എമൗണ്ട് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്രയാണെന്നുള്ളത്. അപ്പം ഞങ്ങൾ ഇതിനകത്താണ് ആ കിളിക്കുള്ള വെള്ളവും ഭക്ഷണവും കൊടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ കിളിക്കുട്ടന്മാരെ കാണണ്ടേ? നിങ്ങൾ കണ്ടോളൂ. അവിടുന്ന് തന്നെ ഞാൻ ആ കിളിക്കൊരു പേര് വിട്ടു. പേരെന്താണെന്നാൽ, കറുപ്പിൻ്റെ പേര് കറുപ്പാണ് ആണ്, വെള്ള പെണ്ണുമാണ്. കറുപ്പിൻ്റെ പേര് കുട്ടു, വെള്ളയുടെ പേര് സുട്ടു. കൊച്ചിനെയും പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ കുട്ടു സുട്ടു എന്ന് വിളിക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ലിയമോളുടെ പിറന്നാളാണ് നാളെ. അപ്പോൾ അവൾക്കൊരു നല്ലൊരു കിടിലൻ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ അവിടെ അത് മേടിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന കടയാണിത്. പെറ്റ് സോക്ക്.
ഇത് എവിടെയാണെന്ന് വെച്ചാൽ മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഓപ്പോസിറ്റാണ്. അവിടെ വാൽനട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? ഇതാണ് മക്കളെ എൻ്റെ കുഞ്ഞിന് ഞാൻ മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ്, എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. എൻ്റെ മാത്രമല്ല, എൻ്റെയും ഭർത്താവിൻ്റെയും ബർത്ത്ഡേ ഗിഫ്റ്റാണിത്. ഹാപ്പി ബർത്ത്ഡേ ടു യു മോളെ. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ ലിയാമോൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബർത്ത്ഡേയുടെ. അതും കൂടെ നിങ്ങൾ കാണണം. ഓക്കെ, താങ്ക് യു.